ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ അർത്ഥം എന്തുവോ? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാല് ഒരിക്കലും അവസാനിക്കുന്നില്ല, ഒരിക്കലും അവസാനിക്കുന്നില്ല, ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്ലസ് മൈനസോ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഗുണനമാണ്. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന നമ്മുടെ കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന തസ്തികയുടെ നോട്ടിഫിക്കേഷനെ കുറിച്ചും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ എവിടെ നിന്നാണ് പഠിക്കേണ്ടത് ഇതുൾപ്പെടെയുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിലെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു തസ്തികയാണ് കേരള ബാങ്കിന്റെ ഈ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന പരീക്ഷ. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ കോമ്പറ്റീഷൻ സ്വാഭാവികമായിട്ടും കുറവായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യത. കാരണം കേരളത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുവിധപ്പെട്ട എല്ലാ ആളുകളും ഡിഗ്രി ഉള്ളവരായിരിക്കും. അപ്പോൾ ഈ ഡിഗ്രി ഉള്ള ആളുകളുടെ കൂടെ നമ്മൾ ഇപ്പൊ LDC പരീക്ഷ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി LGSന്റെ പരീക്ഷ, ഇങ്ങനെയൊക്കെയുള്ള തസ്തികകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മാറ്റുരയ്ക്കുന്നത് ഡിഗ്രി ഉള്ളവരുടെ കൂടെയാണ് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഡിഗ്രി ഇല്ലാത്തവരെ സമീപിച്ച് നോക്കുമ്പോൾ നമുക്ക് പഠനത്തിലെ ആ ഒരു വേരിയേഷൻ കാരണം നമുക്ക് ഭേദപ്പെട്ട ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കാറില്ല പലപ്പോഴും. പക്ഷെ ഇവിടെ അങ്ങനല്ല. കാരണം നമ്മുടെ സാധാരണ നമ്മുടെ വേരിയസ് LGSന്റെ അതേ പ്രത്യേകതയാണ്, അതേ സിലബസ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പൊ സാധാരണ നിങ്ങൾ LGS നിലവാരത്തിലുള്ള ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നിയമനങ്ങൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു തസ്തിക കൂടിയാണ് ഈ കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന പരീക്ഷ. മാത്രമല്ല ഇത് കേരള PSC ഏറ്റെടുത്ത് നടത്തുവാണ്. ആദ്യമായിട്ടാണ് കേരള PSC ഏറ്റെടുത്തുകൊണ്ട് ഈ പരീക്ഷ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ഒരുപാട് വേക്കൻസികളുണ്ട്. ഇപ്പോൾ കാണുന്ന വേക്കൻസികൾ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. സ്വാഭാവികമായിട്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു കഴിയുമ്പോൾ 3 വർഷത്തിനുള്ളിലെ പരമാവധി ഒഴിവുകളും പരമാവധി നിയമനങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇതൊരു പുതിയ തസ്തികയാണ്, പുതിയ തസ്തിക ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. സോ അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്ന് കാര്യക്ഷമമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ള പരീക്ഷകളിൽ നിന്ന് വിഭിന്നമായിട്ട് നമുക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. 2025, 2026 കൂടി നമുക്ക് സർക്കാർ സർവീസിലേക്ക് എത്താനുള്ള ഒരു ഗ്രാൻഡ് എൻട്രി ആണ്. സോ മിസ്സാക്കരുത്. അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലുള്ള ഏക ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത്. എടാ മക്കളെ, ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ LGSന്റെ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അതേ സിലബസ് തന്നെയാണ്. സാധാരണ കേരള ബാങ്കിന് മുമ്പ്, കേരള ബാങ്ക് രൂപീകരിക്കുന്നതിന് മുമ്പ് ജില്ലാ സഹകരണ ബോർഡ് ആയിരുന്നു പരീക്ഷ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. കേരള PSC ഏറ്റെടുത്തുകൊണ്ട് പരീക്ഷ നടത്തുവാണ്. കേരള PSC ഏറ്റെടുത്തുകൊണ്ട് പരീക്ഷ നടത്തുമ്പോൾ ഇതൊരു 10th ലെവൽ പ്രിലിംസിന്റെ പരീക്ഷയായിരിക്കും ആദ്യം ഉണ്ടാകുന്നത്. എടാ 10th ലെവൽ പ്രിലിംസിന്റെ പരീക്ഷ, അതായത് 80 മാർക്കിന്റെ GK, അതേപോലെ 20 മാർക്കിന്റെ മാത്സ്, അങ്ങനെ 80, 20, 100 മാർക്കിന്റെ പരീക്ഷ. മാത്രമല്ല നമ്മുടെ തസ്തികയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 7-8 ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അങ്ങ് ഒരുപാട് ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. നമ്മൾ 2021, 2022 10th പ്രിലിംസിന്റെ ചോദ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ കൃത്യമായിട്ട് സിലബസ് വളരെ ഭംഗിയായിട്ട് അറിഞ്ഞിരിക്കണം. ആ സിലബസിനകത്ത് നിന്നുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഗ്രാൻഡ് അവസരമാണ്, മിസ്സാക്കരുത്. ഒരു വലിയ അവസരമാണ്, ഒരിക്കലും മിസ്സാക്കി കളയരുത്. ആ ഒരു പ്രത്യേകമായ ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിലെ നിങ്ങളുടെ വിലപ്പെട്ട സമയം പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഒരു ചെറിയൊരു ടോപ്പിക്ക് കൂടി നിങ്ങളെ പഠിപ്പിക്കുവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ സിലബസ് പരിശോധിച്ചാൽ മാത്സിനകത്തുനിന്ന് 20 ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. 20 ചോദ്യങ്ങളും സിമ്പിൾ ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ. അതായത് LD നിലവാരത്തിലുള്ള ചോദ്യം ചോദിക്കത്തില്ല. സിമ്പിൾ ആയിട്ടുള്ള 20 ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിക്കുവാണെങ്കിൽ, ഞങ്ങളുടെ കൂടെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 18-19 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. മാത്സിന്റെ കാര്യത്തില് ഉറപ്പായിട്ടും ഒരു 18 മാർക്ക് അല്ലെങ്കിൽ 19 മാർക്ക് നിസ്സാരമായിട്ട് സ്കോർ ചെയ്തുകൊണ്ട് പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളത് അത് ഒരു 100% ഗ്യാരണ്ടിയാണ്. ഒരു ശരാശരി നിലവാരത്തിൽ പഠിച്ചാൽ മതി. ആഴത്തിലുള്ള അറിവൊന്നും വേണ്ട. വലിയ ഗണിതത്തിന്റെ വലിയ ആഴത്തിലുള്ള അറിവുകളൊന്നും വേണ്ട.
ചാപ്റ്ററുകളിലെ ഓരോ ചാപ്റ്ററുകളിലെയും എളുപ്പമുള്ള സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു 6-7 മോഡൽ ചോദ്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ പോലും നിങ്ങൾക്ക് മാത്സിനകത്ത് ഒരു 15-16 മാർക്ക് ഉറപ്പാണ്. പിന്നെ ഒന്നും കൂടെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ 18 മാർക്ക് അടിക്കാൻ പറ്റും. സോ ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, മാത്സിനകത്ത് ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അത്തരം വീഡിയോ നമ്മൾ പ്രത്യേകം ചെയ്യുന്നുണ്ട്. നമ്മുടെ സിലബസിനകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് മാത്സിന്റെ ചോദ്യങ്ങൾ വരുന്നത്, നമ്മൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. നമുക്ക് ഇന്ന് എടുക്കാനുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. മലയാളത്തിലെ വർഗവും വർഗമൂലവും എന്ന് പറയും. അപ്പോൾ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്നല്ലെങ്കിലേ ഉള്ളൂ, ഒന്നിലധികം ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ. അതായത് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, അതായത് വർഗവും വർഗമൂലവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. എടാ, ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങൾ എഴുതിയ ഒരുപാട് പരീക്ഷകളിലായി ഈ ചോദ്യം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എഴുതിയ ഒരുപാട് പരീക്ഷകളിലായി ഈ ചോദ്യം കണ്ടിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് ഈ ചോദ്യം കാണുമ്പോൾ ഇതെന്തോന്ന് സാധനം, എവിടെ ഇത്? റൂട്ടിനകത്ത് കുറെ റൂട്ട്, ഇൻഫിനിറ്റി സിമ്പലും ഉണ്ട്. ഇത് കാണുമ്പോഴേ നമുക്ക് പേടി വരും. ഈ സാധനം കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ പേടി വരും. എടാ, ഇതൊന്നുമില്ല, സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കോണം. ഇതാണ്ടേ, റൂട്ടിനകത്ത് 42, 42, 42 എവിടം വരെ? ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാല് ഒരിക്കലും അവസാനിക്കുന്നില്ല, ഒരിക്കലും അവസാനിക്കുന്നില്ല, ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇതിനൊരു അവസാനമില്ല, ഇതിനൊരു അവസാനമില്ല. ഏത് സംഖ്യ? അതായത് റൂട്ട് 42 എന്ന് പറയുന്ന സംഖ്യ ഒരിക്കലും അവസാനിക്കാതെ പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, എടാ മക്കളെ, 42 എന്ന് പറയുന്ന സംഖ്യ മാത്രം ഫോക്കസ് ചെയ്യാം. 42 എന്ന് പറയുന്ന സംഖ്യ മാത്രം ഫോക്കസ് ചെയ്യാം. ഇനി മനസ്സുകൊണ്ട് ആലോചിക്കുക, എടാ 42 കിട്ടാൻ വേണ്ടി ഏതൊക്കെ രണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം? ആലോചിക്കുക. 42 കിട്ടാൻ വേണ്ടി ഏതൊക്കെ രണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം? നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും, എടാ 42 കിട്ടാൻ വേണ്ടിയിട്ട് തുടർച്ചയായതായിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കണം, തുടർച്ചയായുള്ള സംഖ്യ ആയിരിക്കണം. 4, 5, 5, 6, 6, 7 അങ്ങനെ തുടർച്ചയായ രണ്ട് സംഖ്യകളായിരിക്കണം. പെട്ടെന്ന് മനസ്സിൽ വന്നു, 42 കിട്ടാന് 6, 7 കൂടെ ഗുണിച്ചാൽ മതി, 6, 7 കൂടെ ഗുണിച്ചാൽ മതി. 6, 7 തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളാണ്, തുടർച്ചയായ എണ്ണൽ സംഖ്യകളായിരിക്കണം, തുടർച്ചയായ എണ്ണൽ സംഖ്യകളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ 42 എന്ന് പറഞ്ഞാല് 6 × 7 ആണ്. 42 എന്ന് പറഞ്ഞാല് 6 × 7 ആണ്. ഇനി ആ റൂട്ടിനകത്തേക്ക് ഒന്നും കൂടെ നോക്കിക്കേ. ആ റൂട്ടിനകത്തേക്ക് ഒന്നും കൂടെ നോക്കിയിട്ട് ആ റൂട്ടിനകത്തെ സിമ്പൽ നോക്കുക. റൂട്ടിനകത്തെ സിമ്പൽ നോക്കുക. എടാ, റൂട്ടിനകത്തെ സിമ്പൽ പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യയാണ് ആൻസർ. പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യ, മൈനസ് ആണെങ്കിൽ ചെറിയ സംഖ്യ. പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യ, മൈനസ് ആണെങ്കിൽ ചെറിയ സംഖ്യ. ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് വലിയ സംഖ്യ 7 ആണ്. ഉത്തരം 7, 7, 7, 7. ആൻസർ 7. കണ്ടോ? ഇത്ര ഉള്ളു പരിപാടി. നമ്മൾ എത്ര സെക്കൻഡ് എടുത്തു സമയം? നമ്മൾ 2 സെക്കൻഡ് പോലും എടുത്തില്ല. പക്ഷേ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. എല്ലാ പരീക്ഷകളിലും കോമൺ ആയിട്ട് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണത്. അങ്ങനെയാണെങ്കിൽ എടാ മക്കളെ, 56 കിട്ടാൻ വേണ്ടി ഏതൊക്കെ രണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം? 56 കിട്ടാൻ വേണ്ടി ഏതൊക്കെ രണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം? നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. 7, 8 കൂടെ ഗുണിച്ചാൽ മതി. 7 × 8 56 ആണ്. 7, 8 കൂടെ ഗുണിച്ചാൽ മതി. 7, 8 തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളാണ്. 7, 8 കൂടെ ഗുണിച്ചാൽ മതി. 7 × 8 ആണ് 56. 7 × 8 56. എന്നിട്ട് റൂട്ടിനകത്തോട്ട് നോക്കിക്കേ. റൂട്ടിനകത്തെ ചിഹ്നം എന്തുവാ? എടാ, റൂട്ടിനകത്തെ ചിഹ്നം പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യ, മൈനസ് ആണെങ്കിൽ ചെറിയ സംഖ്യ. റൂട്ടിനകത്തെ ചിഹ്നം നോക്കണം. റൂട്ടിനകത്തെ ചിഹ്നം പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യ, മൈനസ് ആണെങ്കിൽ ചെറിയ സംഖ്യ. റൂട്ടിനകത്തെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് വലിയ സംഖ്യ 8. ഉത്തരം 8, 8, 8, 8. ആൻസർ 8. ഇത്ര ഉള്ളു പരിപാടി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം, 12 കിട്ടാൻ വേണ്ടി
ഏതൊക്കെ രണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം? എടാ മക്കളെ, 12 കിട്ടാൻ വേണ്ടി ഏതൊക്കെ രണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം? എല്ലാവരുടെയും മനസ്സിൽ വന്നു 3 × 4 ആണ് 12, 3 × 4 ആണ് 12, 3 × 4 ആണ് 12. ഏതൊക്കെ രണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 12 കിട്ടും? 3 × 4 ആണ് 12. ഇനി ചിഹ്നം നോക്കിക്കോ. പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യ, പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യ, മൈനസ് ആണെങ്കിൽ ചെറിയ സംഖ്യ, മൈനസ് ആണെങ്കിൽ ചെറിയ സംഖ്യ. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ചെറിയ സംഖ്യ, ആൻസർ 3. ആൻസർ 3. കണ്ടോ? ഇത്ര ഉള്ളു പരിപാടി. സോ അങ്ങനെയാണെങ്കിൽ അവസാന ക്വസ്റ്റ്യൻ നോക്കുക. √30 മൈനസ് √30 അങ്ങനെ പോകുന്നു. 30 കിട്ടാൻ വേണ്ടി ഏതൊക്കെ രണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം? 30 കിട്ടാൻ വേണ്ടി ഏതൊക്കെ രണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം? നമ്മുടെ മനസ്സിൽ വന്നു 5 × 6 ആണ് 30, 5 × 6 ആണ് 30. 5ഉം 6ഉം തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളാണ്. 5ഉം 6ഉം കൂടെ ഗുണിച്ചാൽ 30 കിട്ടും. പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യ, മൈനസ് ആണെങ്കിൽ ചെറിയ സംഖ്യ, പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യ, മൈനസ് ആണെങ്കിൽ ചെറിയ സംഖ്യ, മൈനസ് ആയതുകൊണ്ട് ചെറിയ സംഖ്യ. ഉത്തരം 5. കണ്ടോ? ഇത്രയുള്ള പരിപാടി. അപ്പോൾ നമ്മൾ ആദ്യത്തെ മോഡൽ ചോദ്യം പറഞ്ഞ് അവസാനിപ്പിച്ചു. റൂട്ടിനകത്ത് കുറെ റൂട്ട് വരുന്ന ചോദ്യങ്ങളില് തുടർച്ചയായ രണ്ട് സംഖ്യകൾ ഒപ്പിച്ചിട്ട് പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യ എന്നും മൈനസ് ആണെങ്കിൽ ചെറിയ സംഖ്യയാണെന്നും എഴുതി അവസാനിപ്പിക്കണം. അപ്പൊ ഇതേ മോഡലില് അടുത്ത ടൈപ്പ് ചോദ്യം പരിചയപ്പെടാം. എടാ, ഇവിടെ പ്ലസും ഇല്ല മൈനസും ഇല്ല. പ്ലസും മൈനസും ഇല്ലെങ്കിൽ പിന്നെ എന്തുമായിരിക്കും? സ്വാഭാവികമായിട്ടും ഗുണനമായിരിക്കും അല്ലേ? പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും അവർ എടുത്തെഴുതും. ചിഹ്നം ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഗുണനമാണെന്നാണ് അർത്ഥം. പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും അവർ കൃത്യമായിട്ട് എഴുതും. ചിഹ്നം ഒന്നും കാണുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഗുണനചിഹ്നമാണ്. ഇവിടെ മക്കളെ, ഗുണനചിഹ്നമാണെങ്കിൽ കണ്ണും പൂട്ടി പറയണം ആ സംഖ്യ തന്നെ ആയിരിക്കും ആൻസർ. ഏത്? ആ റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യ തന്നെ ആയിരിക്കും ആൻസർ. ഏതാ? ആൻസർ 12. അപ്പോൾ ഗുണനമാണെങ്കിൽ റൂട്ടിനകത്തുള്ള സംഖ്യ ഏതാണോ അത് തന്നെ ആയിരിക്കും ആൻസർ. ഗുണനമാണെങ്കിൽ റൂട്ടിനകത്തുള്ള സംഖ്യ ഏതാണോ ആ നമ്പർ തന്നെ ആയിരിക്കും ആൻസർ. അങ്ങനെയാണെങ്കിൽ √45 ടു ഇൻഫിനിറ്റി ആൻസർ എത്ര? 45. പണി കഴിഞ്ഞില്ലേ? ഇതിനൊക്കെ എത്ര സെക്കൻഡ് സമയം വേണം? 1 സെക്കൻഡ് പോലും വേണോ? എന്തെങ്കിലും ആഴത്തിലുള്ള അറിവ് വേണോ? മാത്സിനകത്തെ ആഴത്തിലുള്ള അറിവ് വല്ലതും വേണോ? വേണ്ട. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണോ? ആണ്. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓരോ ടോപ്പിക്കിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതായത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മോഡൽ ചോദ്യങ്ങൾ പരിശോധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചെയ്ത് അവിടെ അവസാനിപ്പിക്കുമ്പോഴാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. ആ ഒരു കാര്യത്തിലെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അതേപോലെ √10 ഇൻഫിനിറ്റി, ഇതിന്റെ ആൻസർ എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഗുണനചിഹ്നമാണെന്ന് മനസ്സിലായി. ഗുണനചിഹ്നമാണെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. റൂട്ടിനകത്തുള്ള സംഖ്യ ഏതാണോ ആ നമ്പറിനെ ആൻസർ ആയിട്ട് പരിഗണിക്കുക. റൂട്ടിനകത്തുള്ള സംഖ്യ 10 ആണ് ആൻസർ. ഇത്രേ ഉള്ളൂ പരിപാടി. കണ്ടോ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പ്ലസ് പഠിച്ചു, അതേപോലെ മൈനസ് പഠിച്ചു, അതേപോലെ ഗുണനവും പഠിച്ചു. വളരെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പഠിച്ച് അവസാനിപ്പിച്ചു. അപ്പൊ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ചോദ്യം കൂടി അവിടെ ഉണ്ട്. ആ ചോദ്യം കൂടെ നമുക്ക് പരിചയപ്പെടാം. ചോദ്യം ഇതാണ്: √7 അകത്ത് വീണ്ടും ഒരു √7, അതിനകത്ത് വീണ്ടും ഒരു √7. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ മക്കളെ, പ്ലസും അല്ല മൈനസും അല്ല. പ്ലസും മൈനസും അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഗുണനമാണ്. ഇത് ഗുണനവുമാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ആൻസർ വന്നു കാണും, 7 എന്ന് വന്നു കാണും. പക്ഷെ തെറ്റാ. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാല്, അവിടെ ഇൻഫിനിറ്റി സിമ്പൽ ഇല്ലടാ. അവിടെ ഇൻഫിനിറ്റി സിമ്പൽ ഉണ്ടായിരുന്നുവെങ്കിൽ 7 തന്നെ ഉത്തരമായിട്ട് പരിഗണിക്കാമായിരുന്നു. ഇൻഫിനിറ്റി സിമ്പൽ ഉണ്ടെങ്കിൽ ആ റൂട്ടിനകത്തുള്ള സംഖ്യ തന്നെയാണ് ഉത്തരം. പക്ഷെ ഇവിടെ ഇൻഫിനിറ്റി സിമ്പൽ ഇല്ല. അങ്ങനെ ഇൻഫിനിറ്റി സിമ്പൽ ഇല്ലാതെ വരുന്ന ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യത്തെ റൂട്ട് ഉണ്ടല്ലോ, ഇവിടെ കൃത്യമായ എണ്ണം ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 1, 2, 3, 4 എണ്ണമാണുള്ളത്. അങ്ങനെ കൃത്യമായ എണ്ണം ഉണ്ട്. അങ്ങനെ കൃത്യമായ എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ആദ്യത്തെ റൂട്ടിന് താഴെ
ആദ്യത്തെ റൂട്ടിന് താഴെ നിങ്ങൾ രണ്ടെന്ന് അങ്ങോട്ട് എഴുതണം. രണ്ടെന്ന് എഴുതണം. എപ്പോഴും രണ്ടെന്ന് തന്നെയാണ് എഴുതേണ്ടത്. ആ രണ്ടിന്റെ ഇരട്ടി എടുത്ത് അടുത്ത റൂട്ടിലേക്ക് എഴുതുക. രണ്ടിന്റെ ഇരട്ടി 4 അല്ലേ? 4. 4 എഴുതി. അതിന്റെ ഇരട്ടി 4ന്റെ ഇരട്ടി 8. അങ്ങനെ പോണേ. അതായത് ആദ്യം 2 എന്ന് എഴുതണം. അതിന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16, 16ന്റെ ഇരട്ടി 32. അങ്ങനെ എഴുതി എഴുതി പോണം. ആദ്യം 2 എഴുതിയിട്ട് അതിന്റെ ഇരട്ടി എടുത്ത് പോണം. എന്നിട്ട് ആ റൂട്ടിനകത്തുള്ള സംഖ്യ എടുത്ത് പുറത്തേക്ക് എഴുതിയിട്ട് അതിന്റെ കൃതി, അതിന്റെ പവറായിട്ട്, അതിന്റെ കൃതിയായിട്ട് ഏത് നമ്പറിലാണോ അവസാനിച്ച് നിൽക്കുന്നത് അതിൽ നിന്ന് 1 കുറയ്ക്കുക. ഏത് നമ്പറിലാണോ അവസാനിച്ച് നിൽക്കുന്നത് അതിൽ നിന്ന് 1 കുറയ്ക്കണം. ഇവിടെ 8ലാണ് അവസാനിച്ച് നിൽക്കുന്നത്. 8ൽ നിന്ന് 1 കുറയ്ക്കുക. 8ൽ നിന്ന് 1 കുറച്ച എത്ര? 7 ഡിവൈഡഡ് ബൈ ആ ലാസ്റ്റ് നമ്പർ. അപ്പൊ ഉത്തരം 7/7/8 എന്ന് വരും ആൻസർ. അതായത് റൂട്ടിനകത്തുള്ള സംഖ്യ എടുത്ത് പുറത്തേക്ക് എഴുതിയിട്ട് അതിന്റെ കൃതിയായിട്ട് ലാസ്റ്റ് നമ്പർ -1 ഡിവൈഡഡ് ബൈ ലാസ്റ്റ് നമ്പർ എന്ന് വരും. ഇത്രയും ചെയ്താൽ മതി. കണ്ടോ? അപ്പോൾ റൂട്ടിനകത്ത് കുറെ റൂട്ട് വരുന്ന ചോദ്യങ്ങളില് ഇൻഫിനിറ്റി ഇല്ലാതെ ഇൻറ്റു വരുന്ന ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ആദ്യത്തെ റൂട്ടിന് താഴെ 2 എന്ന് എഴുതുക. 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16, ഇനി ഒരെണ്ണം ഉണ്ടെങ്കിൽ 16ന്റെ ഇരട്ടി 32. അങ്ങനെ പോണം. എന്നിട്ട് റൂട്ടിനകത്തുള്ള സംഖ്യ എടുത്ത് പുറത്തേക്ക് എഴുതിയിട്ട് അതിന്റെ കൃതിയായിട്ട് ഏത് നമ്പറിലാണോ അവസാനിച്ച് നിൽക്കുന്നത് അതിൽ നിന്ന് 1 കുറയ്ക്കണം. ഇവിടെ അവസാനിച്ച് നിൽക്കുന്നത് 16. 16ൽ നിന്ന് 1 കുറച്ചാൽ 15 ഡിവൈഡഡ് ബൈ ആ ലാസ്റ്റ് നമ്പർ, ദാറ്റ് ഈസ് 16. ഉത്തരം 12/15/16 എന്ന് വരും ആൻസർ. ക്ലിയർ ആണേ? സോ ഒരു ചോദ്യം കൂടെ പരിചയപ്പെടുത്തി തരാം. ചോദ്യം ഇതാണ്: റൂട്ടിനകത്ത് കുറെ റൂട്ട് ഉണ്ടടാ, ഇൻഫിനിറ്റി സിമ്പൽ ഇല്ല. ഇൻഫിനിറ്റി സിമ്പൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഉത്തരം 13 ആയിരുന്നു. പക്ഷെ ഇവിടെ ഇൻഫിനിറ്റി സിമ്പൽ ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ റൂട്ടിന് താഴെ 2 എന്ന് എഴുതുക. 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16, 16ന്റെ ഇരട്ടി 32. അങ്ങനെ ഇരട്ടി എടുത്ത് പോണം. ആദ്യം 2 എന്ന് എഴുതിയിട്ട് അതിന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16, 16ന്റെ ഇരട്ടി 32. അങ്ങനെ പോണം. 32ന്റെ ഇരട്ടി 64 ഉണ്ടെങ്കിൽ അത് എടുക്കുക. എന്നിട്ട് ആ റൂട്ടിനകത്തുള്ള സംഖ്യ എടുത്ത് പുറത്തേക്ക് എഴുതിയിട്ട് അതിന്റെ കൃതിയായിട്ട് ഏത് നമ്പറിലാണോ അവസാനിച്ച് നിൽക്കുന്നത് അതിൽ നിന്ന് 1 കുറയ്ക്കുക. 32 ആണ്. 32ലാണ് അവസാനിച്ച് നിൽക്കുന്നത്. 1 കുറച്ചു. 32ൽ നിന്ന് 1 കുറച്ചാൽ 31 ഡിവൈഡഡ് ബൈ ആ ലാസ്റ്റ് നമ്പർ, ദാറ്റ് ഈസ് 32. ഉത്തരം 13/31 ഡിവൈഡഡ് ബൈ 32 എന്ന് വരും ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് റൂട്ടിനകത്ത് കുറെ റൂട്ട് വരുന്ന ചോദ്യങ്ങളിലെ ഇൻഫിനിറ്റി സിമ്പല് ഇല്ല എങ്കിൽ, ഇൻഫിനിറ്റി സിമ്പൽ ഉണ്ടെങ്കിൽ പ്ലസോ മൈനസോ ആണെങ്കിൽ തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകൾ ഒപ്പിച്ചതിന് ശേഷം പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യ, മൈനസ് ആണെങ്കിൽ ചെറിയ സംഖ്യ, ഗുണനമാണെങ്കിൽ റൂട്ടിനകത്തുള്ള അതേ സംഖ്യ ആൻസർ ആയിട്ട് പരിഗണിക്കുക. ഗുണനത്തിലെ ഇൻഫിനിറ്റി സിമ്പൽ ഇല്ലെങ്കിൽ തുടർച്ചയായിട്ട് ആദ്യത്തെ റൂട്ടിന് താഴെ 2 എന്ന് എഴുതി തുടർച്ചയായിട്ട് അതിന്റെ ഇരട്ടി എടുത്തെടുത്ത് പോകണം. ഇരട്ടി 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16, 16ന്റെ ഇരട്ടി 32, 32ന്റെ ഇരട്ടി 64. അങ്ങനെ പോയി പോണം. എന്നിട്ട് ആ റൂട്ടിനകത്തുള്ള സംഖ്യ എടുത്ത് പുറത്തേക്ക് എഴുതിയിട്ട് അതിന്റെ കൃതിയായിട്ട് മക്കളെ ഏത് നമ്പറിലാണോ അവസാനിച്ച് നിൽക്കുന്നത് അതിൽ നിന്ന് 1 കുറയ്ക്കുക. ഡിവൈഡഡ് ബൈ ലാസ്റ്റ് നമ്പർ. അതാണ് കൃതിയായിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച് അവസാനിപ്പിച്ചത് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 4 ടൈപ്പ് ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്.
ഇതുപോലെ തന്നെയാണ് ഓരോ ചാപ്റ്ററുകൾ പഠിക്കേണ്ടത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏറ്റവും എളുപ്പമാർഗത്തിലെ ഷോർട്ട് കട്ടും ട്രിക്സും മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആൻസറിലേക്ക് എത്തുന്നത്. അപ്പൊ അത്തരത്തിലെ നിങ്ങളുടെ പരീക്ഷ ബൂസ്റ്റപ്പ് ചെയ്യാനും നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്യുവാനും വേണ്ടിയിട്ട് നമ്മൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കേരള ബാങ്ക് അറ്റൻഡന്റ് എന്ന് പറയുന്ന ഈ തസ്തികയ്ക്ക് മാത്രം നമ്മളൊരു ബാച്ച് ഓപ്പൺ ചെയ്യുവാണ്. സോ എല്ലാവിധ പ്രത്യേകതകളും, സാധാരണ നമ്മൾ ഏത് കോഴ്സ് നടത്തിയാലും ഉള്ള എല്ലാവിധ പ്രത്യേകതകളും ഈ ബാച്ചിനും ഉണ്ടാവും. അതായത് സ്ഥിരമായിട്ട് നിങ്ങളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും, എല്ലാ ദിവസവും നിങ്ങളെ പരീക്ഷ എഴുതിപ്പിക്കും, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്ക് തന്ന് നിങ്ങളെ പഠിപ്പിക്കും, ഓരോ ദിവസങ്ങളും പഠിപ്പിക്കും, കൃത്യമായിട്ട് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ഒരു സെഷനുമായിട്ടാണ് നമ്മുടെ ഈ ഒരു ബാച്ച് ഇവിടെ തുടങ്ങുന്നത്. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ബോർഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇനിയും പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാത്ത ആളുകൾ നോട്ടിഫിക്കേഷൻ വന്ന് നോട്ടിഫിക്കേഷന്റെ അവസാന ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ആദ്യ റാങ്കിലേക്ക് എത്താം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സോ ടേക്ക് കെയർ.